ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഫെബ്രുവരി 19 ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ആതിഥേയരായ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടുന്നതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ബംഗ്ലാദേശാണ് ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ എതിരാളികൾ. പാകിസ്ഥാനാണ് ടൂർണമെന്റിന്റെ വേദിയെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് ദുബൈയിലാണ്. പതിവ് പോലെ ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയാണ് ടൂർണമെന്റിന്റെ ഫേവറേറ്റ്സുകൾ. എന്നാൽ ടൂർണമെന്റ് തുടങ്ങാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ ഇരു ടീമുകൾക്കും നേരിട്ടിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഫോമൗട്ട് തുടരുന്ന ഇന്ത്യൻ സീനിയർ താരങ്ങൾക്കിടയിൽ ടീമിന്റെ നെടുന്തൂണായി നിലനിന്നിരുന്ന താരമാണ് പേസർ ജസ്പ്രീത് ബുംറ. ചാമ്പ്യൻസ് ട്രോഫിയിലും ആരാധകർ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്ന താരവും ബുംറ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. BCCI തന്നെയാണ് ഇപ്പോൾ ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അന്തിമ ടീമിനെ സ്ഥിരീകരിക്കാനുള്ള അവസാന ദിവസമായിരുന്ന ഫെബ്രുവരി 12 BCCI ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരായ അവസാന ടെസ്റ്റിനിടെ പരിക്കേറ്റ താരത്തിന് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലും താരത്തെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും കളിച്ചിരുന്നില്ല. പുറത്തിനേറ്റ പരിക്കിനെ തുടർന്നാണ് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായിരിക്കുന്നത്. ബുംറയുടെ അഭാവത്തിൽ ഹർഷിത് റാണയ്ക്കാണ് നറുക്കു വീണിരിക്കുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിൽ അടുത്തിടെ അരങ്ങേറ്റം കുറിച്ച ഹർഷിത് റാണ ടെസ്റ്റ്, ഏകദിന, T20 ഫോർമാറ്റുകളിൽ അരങ്ങേറ്റത്തിൽ 3 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 2 വീതം ടെസ്റ്റും ഏകദിനവും 1 T20 മത്സരവും മാത്രമാണ് റാണ ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതേസമയം ഹർഷത് റാണയെ ടീമിലെടുത്തതിന് കനത്ത വിമർശനവും ഉയരുകയാണ് ഇപ്പോൾ. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെയാണ് വിമർശനങ്ങൾ ഏറെയും. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഗംഭീറിനൊപ്പം പ്രവർത്തിച്ചതാണ് ഹർഷത്തിന് മുൻഗണന കിട്ടാൻ കാരണമെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. ബുംറയുടെ പകരക്കാരനായി ഹർഷത്തിനെ പോലുള്ള യുവതാരങ്ങളെക്കാൾ മികച്ചത് സീനിയർ പേസർ സിറാജിനെ പോലുള്ള അനുഭവ സമ്പത്തുള്ള താരമാണെന്നും ആരാധകർ വാദിക്കുന്നു. ബുംറയെ കൂടാതെ ആദ്യം പ്രഖ്യാപിച്ച ടീമിൽ നിന്ന് ബാറ്റർ യശസ്വി ജയ്സ്വാളിനെയും ഒഴിവാക്കിയിരുന്നു. സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ജയ്സ്വാളിന്റെ പകരക്കാരനായി എത്തുന്നത്. T20 പരമ്പരയിലെ മികച്ച പ്രകടനമാണ് വരുൺ ചക്രവർത്തിക്ക് ടീമിലേക്കുള്ള വഴി തെളിച്ചത്. 5 T20 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ടിനെ തകർത്ത ചക്രവർത്തിക്ക് കട്ടക്കിൽ നടന്ന ഏകദിന ടീമിലേക്ക് വിളി ലഭിച്ചിരുന്നു. അവിടെയും അദ്ദേഹം വിക്കറ്റ് നേടിയിരുന്നു. എന്നാൽ ഇതിനേക്കാൾ പരിതാപകരമാണ് ഓസ്ട്രേലിയയുടെ കാര്യം. അവസാനമായി ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും പുറത്തായിരിക്കുന്നത് സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്കാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് താരം ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് ഇതുവരെ പുറത്താകുന്ന 5ാമത്തെ താരമായി സ്റ്റാർക്ക് മാറി. നേരത്തെ പാറ്റ് കമ്മിൻസ്, ജോഷ് ഹെയ്സൽവുഡ്, മിച്ചൽ മാർഷ്, മാർക്കസ് സ്റ്റോയിനിസ് എന്നിവർ ടീമിൽ നിന്ന് പുറത്തായിരുന്നു. പാറ്റ് കമ്മിൻസും ജോഷ് ഹെയ്സൽവുഡും ടീമിലില്ലാത്തതിനാൽ സ്റ്റാർക്കിലായിരുന്നു ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ മുഴുവൻ. ആ പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. കമ്മിൻസിന്റെ അഭാവത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിനുള്ള ക്യാപ്റ്റനായി സ്റ്റീവ് സ്മിത്തിനെ നിയമിച്ചതായും ഓസ്ട്രേലിയ അറിയിച്ചു. സ്റ്റാർക്ക് പിന്മാറിയത് ടീമിന് വലിയ തിരിച്ചടിയാണെങ്കിലും താരത്തിന്റെ തീരുമാനത്തിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പൂർണ്ണ പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത്. സ്പെൻസർ ജോൺസൺ, ബെൻ ഡാർഷ്യസ്, നഥാൻ എല്ലിസ്, ഷോൺ ആബോട്ട് എന്നിവരെ പകരം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിടെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മാർക്കസ് സ്റ്റോയിനിസിന് പകരക്കാരനായി ആരോൺ ഹാർഡിയെയും ടീമിൽ ഉൾപ്പെടുത്തി. പിന്മാറിയവരെല്ലാം പേസർമാരായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ക്രിക്കറ്റ് മാമാങ്കത്തിന് കൊടിയേറാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കാത്തിരിക്കാം, ഒപ്പം കണ്ടറിയാം ആര് വീഴുമെന്നും ആര് നേടുമെന്നും.